സത്യമല്ല ഈ പറയണത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. നമ്മളൊക്കെ പലപ്പോഴും വെറും നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടു. അതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്നേ പഠിപ്പിച്ചു വരേണ്ട ഒരു കാര്യമാണ്. ഇത് വീട്ടില് എന്താണ്, ചോറെടുത്ത് വെച്ചാൽ അത് മേശപ്പുറത്തിരുന്നാൽ പോലും ആൺകുട്ടികൾ വിളമ്പി കഴിക്കില്ല. അത് ആരെങ്കിലും വിളമ്പി കൊടുക്കണം. അമ്മ സമ്മതിക്കില്ല. അത് അമ്മമാരുടെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ വിളമ്പി കൊടുത്താലേ അവൻ ഉണ്ണുള്ളൂ. അപ്പൊ അവർ അമ്മമാർ വെളിയിൽ പോലും പോകില്ല. അവൻ കോളേജിൽ നിന്ന് വരുമ്പോൾ അവൻ എന്തെങ്കിലും ആഹാരം എടുത്തു കൊടുക്കണം. കോളേജിൽ നിന്ന് പറഞ്ഞ പയ്യനോട് ചായ ഇട്ട് കുടിയിടാന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അത് ട്രെയിൻ ചെയ്യില്ല. അത് ആമ്പിള്ളേർ കല്യാണത്തിന് മാത്രമല്ല, എത്രയോ സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട്. അവൻ ജോലിക്ക് പോയി, ബാംഗ്ലൂര് നല്ല ജോലിയായിരുന്നു, പക്ഷെ ഭക്ഷണം ഇഷ്ടപ്പെടാത്തോണ്ട് തിരിച്ചു വന്നു. വാട്ട് ഈസ് ദിസ്? ആരുണ്ടാക്കി കഴിക്കണം? ജോലിയും കരിയറും ഒക്കെ അല്ലേ, നല്ലതല്ലേ, പക്ഷെ ഞാൻ ഭക്ഷണം ഇഷ്ടപ്പെടാത്തോണ്ട് തിരിച്ചു വന്നു. ആൺകുട്ടിയല്ലേ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. കഴിക്കാൻ അറിയാമോ? ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞാൽ എന്താ, പഠിച്ചാൽ എന്താ, അവൻ കഴിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വീട്ടിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ പെണ്ണിനെ പഠിപ്പിക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കും. കാരണം ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ, അതിന് അവർക്ക് വേണ്ടിയല്ല, ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ എന്താ പ്രശ്നം? ഇല്ലേ? വീട്ടിൽ പാത്രം കഴുകുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അമ്മയെ സഹായിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ ഇനിയൊരു കുടുംബം വരുമ്പോൾ, അവന്റെ സ്വന്തം കുടുംബം ആവുമ്പോൾ അതിനോടൊരു റെസ്പോൺസിബിലിറ്റി അവന് തോന്നും.